ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാന കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ശകല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ ഇന്നലെ ഒരു സമസ്യ തുടങ്ങി വെച്ചിരുന്നു. രാമായണം രാമയുടെ അയനമാണ്. രാമായണത്തില് ഒട്ടേറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. രാമായണ കാവ്യത്തെ നിയന്ത്രിക്കുന്ന, രാമായണ കാവ്യസരിത്തിനെ നിയന്ത്രിക്കുന്ന പരസ്പരദ്വന്ദ്വികളായ രണ്ട് സ്ത്രീകളെ പരിചയപ്പെടാം എന്ന് പറയുകയും അതിൽ ശൂർപ്പണഖയെ തെല്ലൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്ത്, ശൂർപ്പണഖ ഗോളങ്ങളിലെല്ലാം സഞ്ചരിച്ച് അവിടെയൊന്നും തനിക്കനുരൂപനായൊരു വരനെ ലഭിക്കാതെ ഗ്രഹങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ പോയി കണ്ട് അവരൊന്നും തനിക്ക് അനുരൂപനല്ല എന്ന് തീർത്തും മനസ്സിലാക്കി തിരിച്ചെത്തി നിൽക്കുന്നിടത്താണ് ഞാൻ ഇന്നലെ നിർത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. രാമായണ കാവ്യസരിത്തിൽ മര്യാദാപുരുഷോത്തമനായ രാമനെ ഉത്തമമായ വഴിയിലൂടെ രാമസാന്നിധ്യത്തിൽ സമസ്ത കർമ്മങ്ങളും ചെയ്തു പോകുന്ന പതിവ്രതാരത്നമായ സീത ഒരു ഭാഗത്ത്, രാമായണ കഥയെ ദുഃഖതപ്തമായ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വിത്തിടുന്ന സപത്നീ മാത്സര്യത്തിന്റെ കൗസല്യ. രാജാവിനെയും രാജൈശ്വര്യങ്ങളെയും രാജധാരങ്ങളെയും ജനതയെ തന്നെയും ദുഃഖത്തിലാഴ്ത്താൻ എല്ലാറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന കേവലം തോഴിയും കുശിനിക്കാരിയുമായ മന്ദര. ഒരു രാജ്യത്തിന്റെ ഭാഗധേയത്തെ മാറ്റിമറിക്കാൻ രാജകീയ ശാസനങ്ങളെ തകിടം മറിക്കാൻ ആ രാജ്യത്തിന്റെ മന്ത്രിപുങ്കവന്മാരെക്കാൾ, രാജഗുരുവിനേക്കാൾ, ഛത്രാധിപത്യമുള്ള രാജാവിനേക്കാൾ, രാജമഹിഷികളെക്കാൾ വെറും ഒരു തോഴിക്ക് കഴിയുമെന്നോർത്തു വേണം രാജാവിനെയും രാജഭരണത്തെയും രാജശാസനങ്ങളെയും എന്നും കാണുവാനെന്ന എല്ലാ ജനതയ്ക്കും ഉപദേശിച്ചു കൊടുത്തൊരു മുനിയുടെ അന്തർഗത ചാരുത വ്യക്തമാക്കുന്ന മന്ദര. ഇവിടെയൊക്കെ ഞാൻ സൂചനകൾ നൽകി വിടുകയാണ്. വിശദീകരിക്കാൻ നിങ്ങൾക്കാവുമെങ്കിൽ എത്ര രാമായണങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും. ഋഷികാവ്യത്തിലെ നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ സമുദായം
സമുദായങ്ങളെ, നിങ്ങളുടെ സംഘടനകളെ, നിങ്ങൾ ചേരുന്നിടത്തുള്ളവയെയൊക്കെ മറയ്ക്കു പിന്നിലിരുന്ന് നിയന്ത്രിക്കുവാൻ കഴിയുന്ന അർദ്ധാംഗിനികളുടെ, നിങ്ങളിൽ ഓരോരുത്തരോടും ഇടപെടുമ്പോൾ, നിങ്ങളെ കണ്ട് ഞാൻ നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾ പൂർണ്ണ ഭക്തിയിലാണെന്നും പൂർണ്ണ വിശ്വാസത്തിലാണെന്നും പൂർണ്ണമായി നിങ്ങൾ എനിക്ക് സമർപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ കർമ്മത്തിൽ സമർപ്പിച്ചിരിക്കുന്നുവെന്നുമൊക്കെ നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോഴും, ഞാൻ അതിനെ പ്രശംസിക്കുമ്പോഴും, മറ്റുള്ളവർ പ്രശംസിക്കുമ്പോഴും, നിങ്ങൾ നിങ്ങളുടേതായ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉഴറിയോടുമ്പോഴും നിങ്ങളുടെ പകുതി മാത്രമേ ആ സ്ഥലങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും ബാക്കി പകുതിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ചരടിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ആരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവരെ കൂടി ഒരു ഉപാസന കൊണ്ട് ആവാഹിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് സമസ്ത പ്രകൃതിയെയും മാറ്റിമറിക്കാവുന്ന ഒരാൾ തിരക്ക് മറയിൽ ഇരിപ്പുണ്ട് എന്ന് മറന്നാണ് ഓരോ ഗൃഹസ്ഥനും, ഓരോ ബ്രഹ്മചാരിയും, ഓരോ സന്യാസിയും, ഓരോ പ്രസ്ഥാനവും ഉടലെടുക്കുന്നതും നിലനിൽക്കുന്നതും തകരുന്നതുമെന്ന് ചിന്തിക്കാത്തൊരു ജനതയ്ക്ക് മുമ്പിൽ വീട്ടിൽ നിന്ന് വന്ന് ഓഫീസിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ, വീട്ടിൽ നിന്ന് വന്ന് കൂട്ടുകാരോട് കൂടുമ്പോൾ, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ ഏതോ കെട്ടിയ ചരടുമായി പോരുന്ന നിങ്ങൾ ആ വീട്ടിലിരുന്നുകൊണ്ട് ആ ചരടിന്റെ അറ്റത്ത് പിടിച്ചൊന്ന് വലിച്ചാൽ നിങ്ങൾ ഇടപെടുന്നതിനെ എല്ലാം കൂടി ഒന്നിച്ചാവാഹിച്ച് കയ്യിലേക്ക് കൊണ്ടുപോകാവുന്ന സ്ത്രീത്വത്തിന്റെ മഹനീയമായ തലങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പുരുഷനും വ്യക്തിത്വമില്ലെന്ന് പഠിപ്പിക്കുന്ന ഋഷികാവ്യത്തിന്റെ ചരിത. പുരുഷ വ്യാഘ്രങ്ങൾ കടലാസു വ്യാഘ്രങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ഋഷികാവ്യത്തിന്റെ മനോഹാരിത. രാജ്യങ്ങൾ, സമുദായങ്ങൾ, സമൂഹങ്ങൾ രാമായണ ചരിത്രത്തിന്റെ അന്തരിന്ദ്രിയ മണ്ഡലത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും പുരോഗമിച്ചിട്ടില്ലെന്ന് ഇതൊക്കെ രാമായണം പഠിക്കുമ്പോൾ കാണുന്നത്. അല്ലാതെ പിള്ളേരോട് ഡിസ്കഷൻ ചോദിക്കുന്ന പോലെ രാമന്റെ അമ്മയുടെ നായരാരാണെന്ന് ചോദിച്ച് പഠിക്കുന്ന പണിയൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ആധുനികന്റെ പഠിപ്പിൽ പോലും ഈ വൈകല്യങ്ങൾ വന്നുകൂടിയിരിക്കുന്നു. അന്ന് ഋഷി വരച്ച വരയ്ക്കപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ നടുക്കാണ് ഞാൻ ഇന്നലെ രാമായണ കാവ്യസരിത്തിനെ രാമഗതീയതയെ ദശരഥാനന്ദത്തെ അയോധ്യാനിവാസികളുടെ സർവോപരിയുള്ള പ്രതീക്ഷയെ ഒരു കൂനി മന്ദര നിവർന്നു നടക്കുന്നവൾ പോലുമല്ല, ഒരു നിമിഷാർത്ഥം കൊണ്ട് തട്ടിയുളച്ച് രഘുകുലത്തിന്റെ ഭാവി ചക്രവർത്തിയെ അതിനിസാരനാക്കി രഘുകുല സീമയെ നാളെ ചക്രവർത്തിയോടൊപ്പം പർത്തമഹിഷിയാകേണ്ടവളുടെ ആലയാഭരണങ്ങൾ മുഴുവൻ അഴിച്ചരുന്ധതിയിൽ കൊടുത്ത്
ശംഖൂല് വലിച്ചു താഴെയിട്ട് പൊൻകിരീടത്തെ ജടാരൂഢമാക്കി മാറ്റി മലൂരി അണിയിപ്പിച്ച് ഘോരകാന്താരത്തിലേക്ക് അയക്കാൻ വലിയ ഗൂഢാലോചനകളൊന്നും വേണ്ടി വന്നില്ല. അതിർത്തിയിൽ യുദ്ധങ്ങളും വേണ്ടി വന്നില്ല. അങ്ങനെ പോയ മന്ധരയും ഒക്കെ രാമായണത്തിലെ സ്ത്രീകഥാപാത്രങ്ങളാണ്. രാമനെ വനത്തിലേക്ക് അയക്കുന്നതിൽ മനസ്സ് നിറഞ്ഞ് പങ്കുവഹിച്ച കൗസല്യ ഞാൻ നോക്കുന്നത് കൈകേയി എന്ന് പറയേണ്ടതല്ലേ എന്ന് നിങ്ങളുടെ ഇംഗിതം മറികടക്കാണ്. രാമാഭിഷേക വാർത്തയറിഞ്ഞ കൈകേയി അധ്യാത്മരാമായണത്തിൽ അറിയുന്നത് മന്ധരയിൽ നിന്നായിട്ടുകൂടി കനകഹാരം സമ്മാനിക്കുകയാണ്. രാമനെ വനത്തിലേക്ക് അയക്കണമെന്ന് കൈകേയിയുടെ അന്തർഗതത്തിൽ ഉണ്ടായിരുന്നില്ല. ദശരഥ മഹാരാജാവ് രാമാഭിഷേകം നിശ്ചയിച്ചു എങ്കിലും വിവരമാദ്യമായി അറിഞ്ഞ കൗസല്യ കൈകേയി അറിയാതിരിക്കുമ്പോഴും തന്റെ പൗത്രമഹിഷിയായ കൗസല്യയെ വിളിച്ചറിയിച്ചിട്ടറിഞ്ഞ കൗസല്യ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, സത്യസന്ധൻ ഭൂവി രാജാ ദശരഥനെങ്കിലും കൈകേയി വശഗതനാകയാൽ കാമുകനല്ലോ ഭവതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര എന്ന് വിലപിക്കുന്ന ഒരു രംഗമുണ്ട്. തന്റെ പുത്രന്റെ അഭിഷേക വാർത്തയിൽ സത്യസന്ധനായ രാജാവിന്റെ കല്ലിൽ പിളർക്കുന്ന ശാസനത്തിൽ വിശ്വസിക്കുവാനും സന്തോഷിക്കുവാനും ഓടിച്ചെന്ന് കൈകേയിയെ കാണുവാനും നീ ഒരുവളില്ലെങ്കിൽ ഇത് നടക്കില്ലെന്ന് പറയുവാനും ഒന്ന് കെട്ടിപ്പിടിക്കുവാനും തോന്നേണ്ടതിന് പകരം തന്റെ പുത്രൻ ചക്രവർത്തിയാകുമ്പോൾ പോലും സപത്നി മാത്സര്യത്തിന്റെ തലങ്ങളിൽ അസൂയ കലുഷിതമായി മനസ്സുമായി നിന്ന് നടക്കുകയില്ല ആ അഭിഷേകമെന്ന് കൈകേയിയുടെ സ്ഥാനത്ത് താനാണെങ്കിൽ തന്റെ പുത്രനാണ് ഭരതനെങ്കിൽ ആ രാമനെ അഭിഷേകം ചെയ്യിക്കാൻ താൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് വിലപിക്കുന്നൊരു കൗസല്യയുടെ അന്തർഗതത്തിൽ ആവിർഭൂതമായ രാമാഭിഷേക വിക്രം നിങ്ങൾക്ക് കാണാൻ കണ്ണുണ്ടാവുമോ ആവോ? ഞാൻ പറഞ്ഞ പോലാണ് രാമായണത്തിൽ. നിങ്ങൾ വായിച്ചതുപോലെയല്ല. വ്യത്യാസം മനസ്സിലായോന്നറിയില്ല. നിങ്ങൾ വായിച്ചപ്പോഴത്തെ നിങ്ങളുടെ അന്തർഗതത്തിൽ കിടക്കുന്ന കൗസല്യയുടെ ദുഃഖമാണ് നിങ്ങൾക്കും ഉണ്ടായത്. കാരണം നിങ്ങളും അസൂയയിൽ ഒട്ടും പിന്നോക്കമല്ല. ഇവിടെ കൗസല്യ അസൂയപ്പെടുമ്പോൾ അന്ന് കൈകേയി മന്ധരയ്ക്ക് കനകഹാരവും കൊടുത്ത് രാമൻ രാജാവാകുന്നതിന്റെ ആനന്ദം ആഘോഷിക്കുകയായിരുന്നു. കൗസല്യയുടെ ഇംഗിതങ്ങൾ അറിയുന്ന മന്ധര സപത്നി മത്സര്യത്തിന്റെ അകപ്പൊരുളുകൾ കൂട്ടിക്കുഴച്ച് വായിക്കുമ്പോൾ കൈകേയി മാറി മറിയുകയായിരുന്നു. ഇതൊക്കെ നടത്തിയത് അയോധ്യ രാജധാനിയിലെ അന്തഃപുരത്തിലാണ്. ലോകോത്തരനായ വസിഷ്ഠൻ എന്ന കുലഗുരുവിന്റെ അന്തർഗതങ്ങളിലല്ല. ദശരഥന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മന്ത്രിയുടെ അന്തർഗതങ്ങളിലല്ല. സുമന്ത്രൻ, പേര് തന്നെ നോക്കണം, മനോഹരമായി മന്ത്രിക്കുന്നവൻ. രാജ്യാഭിഷേകത്തിന്റെ കല്ലെർപ്പിളർക്കുന്ന രാജശാസനമുണ്ടായി രാജാവും മന്ത്രിയും പുരോഹിതനും കുലഗുരുവും
മുഖ്യന്മാരുമെല്ലാം പിരിഞ്ഞു കഴിഞ്ഞ് നാൽക്കൊമ്പൻ ആനയെ വരുത്തണം, അങ്കണെ നിർത്തണം, 10 സഹസ്രം ഗജം വേണം, അശ്വം വേണം, രഥി വേണം എന്നൊക്കെ തീരുമാനിച്ച് അവയ്ക്കെല്ലാം ഓർഡറും കൊടുത്ത് നാളെ പുലർകാല നാളീക നൃത്തം ഇളമുറയായി അഭിഷേകം ചെയ്യുന്ന സുദിനവും കാത്ത് അയോധ്യ സന്തോഷഭരിതമായി നിൽക്കുമ്പോൾ അയോധ്യയുടെ അന്തഃപുരങ്ങളിലൊന്നിൽ പുകഞ്ഞ പുക രാത്രിയുടെ അന്ത്യയാമത്തോടടുക്കുമ്പോൾ കറുത്തു പുറത്തേക്ക് വന്നപ്പോൾ, അങ്ങനെയാണല്ലോ അല്ലേ, വെളുത്ത പുകയല്ല, രാമൻ അയോധ്യയുടെ അകത്തളത്തിൽ നിന്ന് ഘോര കാന്താരത്തിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. മന്ത്രി അറിയാതെ, പുരോഹിതൻ അറിയാതെ, കുലഗുരു അറിയാതെ രാജശാസനങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് കാര്യകാരണ പടലങ്ങൾ അഴിക്കാൻ അറിയുന്ന ബൗദ്ധിക പ്രതിഭകൾക്ക് മുമ്പിൽ കാര്യകാരണങ്ങളെ ഉല്ലംഘിക്കുന്ന അദൃഷ്ടരൂപിയായ കർമ്മരഹസ്യം അനാവരണം ചെയ്തു വരുമ്പോൾ പുരുഷോത്തമനും മഹാവിഷ്ണുവുമായ രാമനെ വലയ്ക്കുവാൻ കാലത്തിനും ദേശത്തിനും അദൃഷ്ടത്തിനും കഴിയുമെങ്കിൽ, ഹേ മനുഷ്യ, നിന്റെ ബുദ്ധിക്കും നിന്റെ ഐതിഹാസികമായ കണക്കുകൂട്ടലുകൾക്കും നിന്റെ തീരുമാനങ്ങൾക്കും ഈ ഭൂമിയിൽ എത്രത്തോളം പ്രസക്തിയുണ്ടാകുമെന്ന് ചോദിച്ചു പോയാൽ ഒരുപാട് പേരൊന്നും വേണ്ട, ഒരു മന്ദര മതി, ഇതാകെ അടിച്ചു പൊളിക്കാൻ. എല്ലാ ദശരഥ രാജധാനിയും 1000 മന്ദരമാലാൽ ചുറ്റപ്പെട്ടാണ് കളിക്കുന്നതെങ്കിൽ രാമായണ കാലത്ത് നിന്ന് ആധുനിക കാലത്തേക്കുള്ള യാത്രയിൽ മന്ദരയുടെ ഡിഗ്രി വർദ്ധിച്ചതല്ലാതെ അന്നത്തെ മന്ദര വെറും സ്കൂൾ ഫൈനൽ ആയിരുന്നെങ്കിൽ ഇന്നത് PhDയും എടുത്ത് നിൽക്കുകയാണെങ്കിൽ എത്ര രാമരാജ്യങ്ങളുടെ തകർച്ചയുണ്ടാവും. ഈ ഭാഗം പറയാതെ പറഞ്ഞാണ് ഞാൻ രാമായണ കാവ്യസരണിയെ അയോധ്യയിൽ നിന്ന് ഘോരകാന്താരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സ്ത്രൈണഗൂഢാലോചനകളുടെ, ലോകത്തിൽ സമസ്ത കർമ്മങ്ങളുടെയും പിന്നിൽ സ്ത്രൈണഗൂഢാലോചനകളല്ലാതെ പൗരുഷത്തിന്റെ ഒരംശം പോലും ഒരിക്കലുമില്ലെന്ന് ശഠിക്കുന്ന ഒരു ഋഷിയുടെ